നമസ്തേ. ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ആവശ്യപ്രകാരം പലവരും കമന്റ് ചെയ്തിരുന്നു, ഉറക്കം കിട്ടുന്നില്ല, തല എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത്, ഹെഡ് മസാജ് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതുപോലെ മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ മുടി നല്ല രീതിയിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു, പക്ഷെ മുടിക്ക് സ്ട്രെങ്തൻ കിട്ടുന്നില്ല, മുടി പൊട്ടിപ്പോകുന്നു, സ്ലീപ്പിംഗ് ഡിസോർഡർ, സ്ലീപ്പിംഗ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതിനെല്ലാം പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസാജ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. ഹെഡ് മസാജ് ആണ്. അപ്പൊ ഹെഡ് മസാജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമുക്ക് ശാന്തവും വളരെ സമാധാനം ലഭിക്കുന്നതുമായ ഏതെങ്കിലും ഒരു മുറി സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്ലേസിൽ ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി നമുക്കിരിക്കും. എന്നിട്ട് നമ്മൾ ആദ്യമായി ഒരു എണ്ണ ചൂസ് ചെയ്യാം. ശുദ്ധമായ വെളിച്ചെണ്ണ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മി ഓയിൽ നല്ലതാണ്, അതല്ലെങ്കിൽ ആരോമാറ്റിക് ഓയിൽ. ഇതൊക്കെ ഹെഡ് മസാജിന് ഏറ്റവും നല്ല ഓയിൽസ് ആണ്. ഇത് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈകൾ ഒന്ന് റബ്ബ് ചെയ്യാം. ആദ്യം ഇനിഷ്യൽ ടൈം കൈകൾ ശരിക്കും ശുദ്ധമാക്കുക. അതിനുശേഷം വേറെ കൈകൾ ഇങ്ങനെ റബ്ബ് ചെയ്തൊന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണ പതുക്കെ കൈകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഫോർഹെഡ് ആദ്യം മസാജ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തതിന്റെ പ്രിപ്പറേഷൻ ആണ്. എണ്ണ സെലക്ട് ചെയ്യുന്നു, ഒരു പ്ലേസ് സെലക്ട് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ഇനിഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഫോർഹെഡ് മസാജ് ചെയ്യാം. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഈ പോർഷൻ നമുക്ക് ആദ്യം മസാജ് ചെയ്യാം. അവിടെ ഈ എണ്ണ തേച്ചിട്ട് നമുക്ക് ഒരു ഈ നമ്മുടെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ഉപയോഗിച്ച് സർക്കുലറിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ സർക്കുലറായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. നമുക്ക് സർക്കുലർ മൂവ്മെന്റ് 30-40 സെക്കൻഡ്സ് നമുക്ക് സർക്കുലർ മൂവ്മെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ പോർഷനിലൊക്കെ നല്ല രക്തസംക്രമണം നടക്കുന്നതിനും നല്ല എനർജി പാസ് ചെയ്യുന്നതിനൊക്കെ വളരെ ഉപകാരപ്പെടും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോണ്ടൽ സൈഡ് മസാജ് ചെയ്യാം. അതായത് സ്കാൽപ്പ് മസാജ്, അത് തലയൊട്ടി മസാജ് ചെയ്യാം. അതായത് നമ്മുടെ മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ സർക്കുലറായിട്ട് മൂവ് ചെയ്യാം. അത് ഓയിൽ, മസാജ് ഓയിൽ ഏതാണോ സെലക്ട് ചെയ്ത് അതിൽ മുക്കിയെടുത്തിട്ട് തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യും. ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആരോമാറ്റിക് ഓയിൽ, ബ്രഹ്മി ഓയിൽ, ഇതേതെങ്കിലും അതിങ്ങനെ തൊട്ടെടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യാം. സർക്കിളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം നമുക്ക് ഓരോ പോർഷനിൽ. അപ്പൊ ഈ ഫ്രോണ്ടൽ സൈഡ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രോണ്ടൽ ഹെഡ് ഏക്കിനൊക്കെ വളരെ ഉപകാരപ്പെടും. അതുപോലെ തലയോട്ടിയിൽ ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ടെൻഷനൊക്കെ കുറക്കാൻ, സ്ട്രെയിൻ കുറക്കാനൊക്കെ സാധിക്കും. അതുവഴി നല്ല രക്തസംക്രമണം സംഭവിക്കുന്നു, മുടി കൊഴിച്ചിൽ ഒഴിവാകുന്നു, മുടിക്ക് നല്ല രീതിയിൽ തിക്നെസ് ഉണ്ടാവുന്നു, നല്ല രീതിയിൽ മുടി കാർന്ന് വളരുവാനും ഒക്കെ ഉപകാരപ്പെടും. നല്ല ഉറക്കം ലഭിക്കുവാനും ഉപകാരപ്പെടും. അതുപോലെ ഇങ്ങനെ ഫ്രോണ്ടൽ സൈഡ് സ്കാൽപ്പ് മസാജ് ചെയ്യാം. അപ്പൊ അതിന്റെ ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഹോസ്പിറ്റൽ മസാജ് ചെയ്യാം. കൈകൾ പ്ലേസ് ചെയ്യാം. നമുക്ക് തമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ സർക്കിൾ മൂവ്മെന്റ് ചെയ്യാം. ഇങ്ങനെ 30-40 സെക്കൻഡ്സ് നമുക്ക് ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ ചെയ്യാം. അതുപോലെ കഴുത്തിന്റെ ഈ സൈഡ് പോർഷൻ, ഈ കാണുന്ന ഈ പോർഷൻ നമുക്കിതുപോലെ തമ്പിന്റെ പോർഷൻ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ മസാജ് കൊടുക്കാം. ഇതൊരു പ്രഷർ പോയിന്റ് ആണ്. ഈ പ്രഷർ പോയിന്റ് നമ്മൾ മസാജ് ചെയ്യുന്ന മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും. തലവേദന മാറുന്നതിനൊക്കെ വളരെ ഗുണകരമാണ്. ഇങ്ങനെയുള്ള മസാജ് മൂവ്മെന്റുകൾ നമുക്ക് ചെയ്യാം. തല മൊത്തത്തിൽ നമുക്ക് സർക്കുലർ മൂവ്മെന്റ് ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. 30-40 സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ ഈ മസാജ് ചെയ്യാം. ഇതിനുശേഷം നമ്മുടെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ചുകൊണ്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ പോർഷൻ, കഴുത്തിന്റെ ഷോൾഡറിന്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് സർക്കിൾ മൂവ്മെന്റിൽ മസാജ് ചെയ്യുക. അത് ഈ ഷോൾഡർ സ്ട്രെയിൻ മാറുന്നതിനും സ്റ്റിഫ്നെസ് മാറുന്നതിനും നെക്ക് പെയിൻ മാറുന്നതിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. അത് നമ്മുടെ എക്സാക്ട് നെറുക, തലയുടെ നെറുക പോർഷനുള്ള എക്സാക്ട് ഒരു പൾസ് പോയിന്റ് ആണത്. ആ പോയിന്റ് നമ്മുടെ മിഡിൽ ഫിംഗർ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം.
ക്ലോക്ക് 21 ടൈംസ് ക്ലോക്ക് വൈസിൽ നമുക്ക് കറക്കാം. അതിന് 21 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കാം. അപ്പോൾ നമുക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ മാറാനൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ബാക്ക് സൈഡ് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കുകയാണ്. അതിന് ടാപ്പിംഗ് ചെയ്യാം. ടാപ്പിംഗ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ടിപ്പ് പോർഷൻ, ടിപ്പ് പോർഷൻ കൊണ്ട് വെറുതെ ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ശരീരം മൊത്തത്തിലും ടാപ്പ് ചെയ്യാം. ഒരു 15 സെക്കൻഡ്സ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ടാപ്പിംഗ് ചെയ്ത ശേഷം നമുക്ക് സ്ട്രോക്ക് ചെയ്യാം. തല കൂടി വെറുതെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് സ്ട്രോക്ക്. ടിപ്പ് പോർഷൻ കൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രോക്ക് മൂവ്മെന്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മസാജിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് തല ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുകയോ ഒക്കെ ചെയ്യാം. തലയുടെ ഹീറ്റൊക്കെ ഒന്ന് ആറിയ ശേഷം, കുറഞ്ഞ ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഹെഡ് മസാജ് ചെയ്താലുള്ള ഗുണം എന്താണ്? മുടി നല്ല രീതിയിൽ വളരാൻ നല്ലതാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ ഒഴിവാകുന്നു. അതുപോലെ സ്ലീപ്പിംഗ് പ്രോബ്ലം മെയിനായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് സ്ലീപ്പിംഗ് കിട്ടുന്നു. അങ്ങനെ ഒട്ടനവധി തലയിലുള്ള മൊത്തത്തിലുള്ള സ്ട്രെസ് സ്ട്രെയിനൊക്കെ മാറി നല്ല ഫ്രീ ആകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ പ്രശ്നമുള്ളവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർ വീഡിയോകളിൽ ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളും പരിഹാരമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമസ്തേ.